എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ കേട്ടോ. അപ്പോൾ എന്താണെന്നറിയോ, ഇന്ന് ഞാൻ ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പായസം സാധാ പായസമല്ല, നമ്മൾ ചക്കപ്പഴം വരട്ടിയത് കൊണ്ടുള്ള ഒരു പ്രഥമനാണ് ഉണ്ടാക്കാൻ പോണേ. ഇത് ചക്കപ്പഴം അതിനായിട്ട് ഞാൻ കഴിഞ്ഞ വർഷം, ഈ വർഷമല്ല കഴിഞ്ഞ വർഷത്തെ ചക്കപ്പഴം വരട്ടിയത് വെച്ചിരുന്നു, അതാണ്. പിന്നെ അതിൻ്റെ കൂടെ ഇത്തിരി ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെയ്യുണ്ട്, പിന്നെ ഇതാ നമ്മുടെ ചുക്ക്, ജീരകം, ഇത് കൈമേല എല്ലാം കൂടെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്ക, പിന്നെ നമ്മുടെ കിസ്മിസ്, ഇത് കശുവണ്ടി, പിന്നെ ഇത് വറുത്തിടാനുള്ള തേങ്ങാക്കൊത്ത്, പിന്നെ ഇത് കുറച്ച് പായസം ഞാൻ തയ്യാറാക്കുന്നുള്ളേ. അപ്പോൾ അതിനായിട്ട് ഇത് ഒന്നാം പാൽ, തലപ്പാൽ എന്ന് പറയും ഞങ്ങൾ, ഇത് തലപ്പാലാണ്. അത് ഇത്തിരി മതി. അത് കഴിഞ്ഞ് ഇത് രണ്ടാം പാലാണ്, ഒരു തേങ്ങയുടെയാണ്. കുറച്ച് ചക്കപ്പഴമേ ഉള്ളൂ, വരട്ടതേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു വലിയ വലിപ്പമുള്ള തേങ്ങയാണ്. അപ്പോൾ ഇത് രണ്ടാം പാല്, ഇത് മൂന്നാം പാല്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു ഇൻഡാലിയ ഉരുളിക്കകത്തോടാണ് വെക്കുന്നത്. എനിക്ക് ഓട്ടുരുളി ഇല്ല, ചെറിയത്, ഇത് ശകലം പായസമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത്തിരി നെയ്യ് അങ്ങോട്ട് ഇടുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വരട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ചക്കപ്പഴം കൂടെ കൂട്ടി നമുക്കൊന്നുകൂടെ ഒന്ന് വരട്ടാം കേട്ടോ. ചക്കപ്പഴം വരട്ടുന്നു, ശർക്കരയും കൂടി ഇട്ട് നമുക്കൊന്നുകൂടെ ഇത് വരട്ടാം. ഇത് വരട്ടി എല്ലാം വെച്ചിരിക്കുന്നതാണ്, എന്നാലും ഒന്നുകൂടെ ഇതാ. ഇത് ശർക്കരപ്പൊടി ഇത്തിരി കൂടെ, പായസമല്ലേ അപ്പം ഇത്തിരി കൂടെ പൊടി ചേർക്കണം. അത് നന്നായിട്ട് എന്താണ്, ഈ ചക്കപ്രഥമന് നന്നായിട്ട് മധുരം വേണം കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് യോജിപ്പിച്ച് ഇളക്കാട്ടോ. അപ്പം ഇതാ നമ്മുടെ ചക്കപ്പഴവും ശർക്കര ചീകിയതും കൂടെ നന്നായിട്ട് എണ്ണയല്ല, നമ്മുടെ നെയ്യുടെയൊക്കെ മണം വരുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് അതിൻ്റെ യോജിച്ചു. ഇനിയിപ്പോൾ എന്താണെന്നറിയോ, ഇനി നമുക്ക് ഈ മൂന്നാം പാല് അങ്ങോട്ട് ഒഴിക്കണം കേട്ടോ. പിന്നെ പറയാം കേട്ടോ, എന്നാന്നറിയോ, ഈ പശുമ്പാല് ഒഴിച്ചാൽ, പശുമ്പാല് കുഴപ്പമൊന്നുമില്ല, പക്ഷെ തേങ്ങാപ്പാലിൻ്റെ അത്രയും നമുക്ക് സ്വാദ് കിട്ടില്ല കേട്ടോ. ഇത് മൂന്നാം പാലാണ്. ഇതിനി ഈ മൂന്നാം പാല് ഈ നമ്മുടെ ഇതിൻ്റെ ഊറലാണ്. ഈ എന്താണ്, ഈ മിക്സി കിടന്നൊന്ന് നന്നായിട്ട് യോജിക്കണം, നന്നായിട്ട് വരക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ വെള്ളമയം അങ്ങ് പറ്റണം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ രണ്ടാം പാൽ ഒഴിക്കുന്നത്. ഇത്ര ഉള്ള എളുപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഉണ്ടല്ലോ നമുക്ക് പരിപ്പ്, അരി എന്ത് വേണേലും ഇടാം, പക്ഷേ നമുക്ക് അത് വേറെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഇത്. നമുക്ക് നമ്മുടെ ചക്കപ്പഴത്തിൻ്റെ ആ സ്വാദ് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇളക്കി ഇതിൻ്റെ നന്നായിട്ട് ഒന്ന് കുറുകട്ടെ കേട്ടോ. ഇതാ നമ്മുടെ ഇത് മൂന്നാം പാലും ചക്കയും എല്ലാം കൂടെ അതിനകത്ത് കിടന്ന്, ചക്കപ്പഴം വരട്ടതും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിൻ്റെ നല്ല മണമാണ് കേട്ടോ, നെയ്യുടെയും എല്ലാം ഇതുണ്ടോ നന്നായിട്ട്. ഇത് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ തേങ്ങ ഞാൻ പിഴിഞ്ഞ കേട്ടോ. തേങ്ങ ഞാൻ പറഞ്ഞില്ല, ഞാൻ മേടിച്ചതോ അങ്ങനെയൊന്നും അല്ല. പശുമ്പാല് ഈ ചക്കപ്രഥമന പശുമ്പാല് നിവൃത്തിയുണ്ടേ ഒഴിക്കരുത്. അത് ഏത് പായസമാണെങ്കിലും നമുക്കതാണ്. നമ്മുടെ ഇവിടെ ഞാൻ കോട്ടയമാണ് കേട്ടോ. അപ്പം കോട്ടയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഓണം പ്രമാണിച്ച് പ്രധാനമെന്ന് പറഞ്ഞാൽ ചക്കപ്രഥമനാണ് കേട്ടോ. അതാണ് ഞാൻ ആദ്യമായിട്ട് അത് ഉണ്ടാക്കണേ. ഇനിയിപ്പം നമുക്കിത് നമ്മുടെ നല്ലൊരിത് കണ്ടോ, കുറുകിയ ഇത് തേങ്ങ രണ്ടാം പാല് ഇതാ ഉണ്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഈ ഇത് വാങ്ങിക്കഴിയുമ്പോഴാണ്, നമ്മൾ ഇത് തിളച്ച് കുറുകി വാങ്ങിക്കഴിയുമ്പോഴാണ് ഈ തലപ്പാലും നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം കൂടി ഇതിനകത്ത് ചേർത്ത് ഇളക്കിയിട്ടാണ് ഇങ്ങോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് തീ നിർത്തി കഴിയുമ്പോൾ സാധാരണ പ്രത്യേകം പറയാം കേട്ടോ, ഓട്ടുരുളിയിൽ ഉണ്ടാക്കണതാണ് നല്ലത് കേട്ടോ. എനിക്ക് പക്ഷേ വലിയ ഓട്ടുരുളിയാണ്, ഇതിപ്പോൾ ഇത്തിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ഉരുളി എടുത്തത്. ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. ഇത് കണ്ടോ നന്നായിട്ട്
തിളച്ച് വന്നിട്ടുണ്ടേ. ഇതുണ്ടോ, ഇതുണ്ടോ. ഇനി അത് ഇത്തിരി ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് തീ അങ്ങ് നിർത്തിയിട്ട് നമ്മുടെ ഈ തലപ്പാൽ എന്ന് പറഞ്ഞാൽ 1-ാം പാലും ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടികളും കൂടി ഇതിനകത്ത് ചേർത്ത് ഇളക്കിയിട്ട് ആണ് നമ്മൾ ഇതിനകത്ത് ഒഴിക്കുന്നത്. പിന്നെ തിളപ്പിക്കുകയല്ല കേട്ടോ. ഈ തലപ്പാല് ചേർക്കുമ്പോൾ നമ്മൾ പിന്നെ ഇത് തിളപ്പിക്കില്ല. അപ്പം നമുക്ക് പായസത്തിൻ്റെ ആ സ്വാദൊന്ന് മാറിപ്പോകും. അങ്ങനെയാണ്. അപ്പം ഇത് നന്നായിട്ട് കുറുകി വരട്ടെ. അപ്പം ഇതാ നമ്മുടെ പായസം ഇവിടെ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുക. കുറുകിയിട്ട് ഇനിയിപ്പം നമുക്ക് ഈ തീ അങ്ങ് ഓഫാക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ തലപ്പാലുണ്ടല്ലോ അതിനകത്തോട്ട് കുറച്ച് ഏലക്ക, ചുക്ക്, ജീരകം ഇതെല്ലാം കൂടെ ഇത് ഞാൻ പൊടിച്ചു വെച്ചേക്കണം. ഇത് കണ്ടോ. ഇനി ഉപ്പേരി ശർക്കര വരട്ടി ഉണ്ടാക്കാനും ഒക്കെ ഞാനിങ്ങനെ പൊടിച്ചു വെച്ചേക്കണതാണേ. അപ്പം ഇത് നന്നായിട്ട് ഇതിനകത്തോട്ട് യോജിപ്പിച്ചിട്ട് കാണാവേ. ഇത് നമ്മുടെ ഇത് തലപ്പാലാണേ. അത് ജീരകം എല്ലാം കൂടെ പൊടിച്ച് ഞാൻ ഏലക്കായും എല്ലാം കൂടെ പൊടിച്ച് ഇതിനകത്ത് ചേർത്തു. എന്നിട്ട് തീ ഓഫാക്കി. എന്നിട്ട് ഇത് പിന്നെ തലപ്പാൽ ഒഴിച്ചു കഴിഞ്ഞ് നമ്മൾ അടുപ്പിൽ തീ ഓഫാക്കണം കേട്ടോ. പിന്നെ തീ കത്തിക്കരുതേ. അങ്ങനെയാണ്. അപ്പോഴാണ് ആ പായസത്തിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ഇതുണ്ടോ നമ്മുടെ അടപ്രഥമൻ. ഇതാ കണ്ടോ, എത്ര പെട്ടെന്നാണ് ഞാൻ ഇത് വരട്ടി വെച്ചതുകൊണ്ട് കണ്ടോ. ഇനി നമുക്ക് എന്താണെന്നറിയോ, ഇതിന് വേണ്ട തേങ്ങായ ഇത് കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം ഒന്ന് വറുത്തോടിയിട്ടാൽ തീർന്നു കേട്ടോ. അത് കാണാവേ. അപ്പം നമുക്കിത് വറുത്തിടാം കേട്ടോ. ഇതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുത്ത് വെച്ചു. നെയ്യ് ഇവിടെ ഉള്ളത്, അതുകൊണ്ടാണ് എത്ര ഒന്നും വേണമെന്നില്ല. ഇതിലൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്വാദ് ഇരിക്കണം കേട്ടോ. ഈ നമ്മൾ വറുത്തിടുന്നതിലും ഈ പൊടി തേങ്ങാപ്പാലോ ഒഴിക്കുന്നതിലും ഒക്കെയാണ് ഇതിൻ്റെ ഒരു സ്വാദ് കേട്ടോ. ഞാൻ മുമ്പേ വശി പറഞ്ഞ അടപ്രഥമൻ ചക്കപ്രഥമനാണ് കേട്ടോ. അടപ്രഥമൻ ഉണ്ടാക്കും. അത് അടുത്ത ദിവസം, അത് ഓണത്തിൻ്റെ അന്നായിരിക്കും കേട്ടോ. ഇനി ഈ തേങ്ങ അങ്ങോട്ട് ഇടാട്ടോ. തേങ്ങ നന്നായിട്ട് മൂപ്പായി കഴിയുമ്പോൾ നമ്മുടെ കിസ്മിസ്, അണ്ടിപ്പരിപ്പ് ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ചേർക്കും. നന്നായിട്ടൊന്ന് മുരിയട്ടെ ഇത് കേട്ടോ. എന്നിട്ട് കാണാവേ. നല്ല മണമുണ്ട് കേട്ടോ. നെയ്യുടെയും തേങ്ങയുടെയും ഒക്കെ അതൊന്ന് നന്നായിട്ട് ബ്രൗണിഷ് കളറാട്ടെ. എന്നിട്ട് ഈ നട്ട്സ് കൂടി ഇടാവേ. അത് കുറവാട്ടോ, ഇതിൽ ഇത്രയേ ഉള്ളായിരുന്നു. ഇനി മേടിക്കണം കണ്ടോ. തീ കൂടാൻ തുടങ്ങിയേ. അപ്പം ഇത്തിരി ഇങ്ങനെ പൊക്കി പിടിച്ചാൽ മതി. ഇതുണ്ടോ. എന്ത് നല്ല മണമാണെന്നറിയോ. ഇപ്പം മേടിക്കാൻ കിട്ടും, പക്ഷെ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു സ്വാദ് കിട്ടില്ല കേട്ടോ. അത് ചിലപ്പം പശുമ്പാലൊക്കെ ആയിരിക്കും അതിനകത്ത്. കണ്ടോ എത്ര പെട്ടെന്ന് നമ്മളിത് പരട്ടി വെച്ചുകൊണ്ട് പെട്ടെന്നല്ലേ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയാണ് കേട്ടോ. പക്ഷെ ഇങ്ങനെ വരട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇതുണ്ടോ ഭയങ്കര എളുപ്പമാണ്. ഇനി നമുക്ക് ഈ കിസ്മിസ് കൂടെ അതിനകത്തോട്ട് ഇടാവേ. എന്ത് മണാന്നറിയോ. കരിയാൻ നിൽക്കരുത്. ഈ കിസ്മിസ് അങ്ങ് വേറി വരും. അത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കളറാണല്ലോ കേട്ടോ. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഇതുണ്ടോ ഉണ്ടോ. ഇത് നമ്മുടെ ചക്കപ്പഴം പ്രഥമൻ റെഡി ആയിട്ടോ. ഇത് പിന്നെ ഉണ്ടല്ലോ ഇത്തിരി കഴിയുമ്പോൾ ഇതങ്ങ് കുറുകും കേട്ടോ. ഇത് ഇത്രയും ലൂസായിട്ടാണ് ഇരിക്കണേ. പക്ഷെ എന്താ ഇതങ്ങ് കുറുകും ഇത്തിരി കഴിയുമ്പോൾ. ഇതുണ്ടോ ഇത്ര സ്വാദാന്നറിയോ ഇത്. എല്ലാവരും വായോ കഴിക്കാം നമുക്ക്. ഈസി ആയിട്ടുണ്ടാക്കി.
അപ്പം നമ്മുടെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇത് ചക്കപ്പഴം വരട്ടി വെച്ചാൽ ഇങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. ഞാനപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇനിയും ചക്കപ്പഴം ബാക്കി ഇരിപ്പുണ്ട്. പൂച്ച ഉണ്ടാക്കിയതുണ്ടോ. ഇതിനകത്ത് ഈ വെച്ചിരിക്കണ എല്ലാം ചക്കപ്പഴം ഇങ്ങനെ വരട്ടി വെച്ചേക്കണാണേ. ഇപ്രാവശ്യത്തെ പായസത്തിനൊപ്പം വേറെ ഒന്നും പോകണ്ട. അത് തന്നെ ഈ ഓണം അടിപൊളി. ഓക്കെ, എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കാണണം. ഞാൻ ഓണം സ്പെഷ്യൽ മാമ്പഴ പച്ചടി അങ്ങനെ കുറേ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണ്, അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ കേട്ടോ. ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ എന്താ, എന്നാലല്ലേ നമുക്കെല്ലാം നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാവുള്ളൂ ഞാൻ പറയണതും ഒക്കെ. അപ്പോൾ ഓക്കെ, ബായ്.